ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പ്രണയം രഹസ്യമായി കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ട്. അവരത് തുറന്നു പറയാത്തതിന് കാരണം ഒന്നില്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു പേടി, അല്ലെങ്കിൽ അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നല്ല സൗഹൃദം അവിടെ ഇല്ലാതെയാകുമോ, പിന്നീട് ഒരിക്കലും അവരോട് പഴയതുപോലെ അങ്ങനെ മിണ്ടാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമോ? ഈ ഒരു പേടി ഉള്ളതുകൊണ്ടാണ് ഒട്ടുമിക്ക ആളുകളും അവരുടെ സ്നേഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്. ഇനി ഇങ്ങനെ രഹസ്യമായി സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാനുള്ള ഒരു 8 ടിപ്സ് ഉണ്ട്. ആ ടിപ്സ് എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു കൂട്ടം ആളുകളുടെ നടുവിൽ നിങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങളോട് മാത്രമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയോ സംസാരിക്കുകയോ ചെയ്യും. അങ്ങനെ ഒരു കൂട്ടം ആളുകളുടെ നടുക്ക് നിന്നാലും നിങ്ങളോട് മാത്രമായിട്ട് ആരെങ്കിലും വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരു രഹസ്യ പ്രണയം ഉണ്ട് എന്നത് തന്നെയാണ്. അല്ലെങ്കിൽ വേറെ ആരോടും സംസാരിക്കാതെ ഒരിക്കലും നിങ്ങളോട് മാത്രമായിട്ട് വന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വരുന്നു. അത് രഹസ്യ പ്രണയം ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോമൺ ഫാക്ടറാണ്. അതായത് നിങ്ങളും ആ ഒരു വ്യക്തിയും കൂടി സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡിൻ്റെ പേര്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ജോബ് എന്താണ്, നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ എന്താണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണ്, ഇതൊക്കെ ആ ഒരു വ്യക്തി ചോദിച്ചറിയുകയും അയാൾക്കും ഇതൊക്കെ തന്നെയാണ് ഇഷ്ടമെന്ന് പറയുകയും, അതായത് നമ്മൾ രണ്ടുപേരും ഒരേപോലെ, അതായത് ഒരേ ഇഷ്ടങ്ങൾ ഉള്ളവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ, അത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നത് തന്നെയാണ്. ചിലപ്പോൾ ചോദിക്കും, നിങ്ങളുടെ ഹോബീസ് എന്താണ്, കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണോ? നിങ്ങൾ കുക്കിംഗ് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അവരും പറയും, എനിക്കും അതെ, എൻ്റെ ഫേവറേറ്റ് ഹോബി എന്ന് പറയുന്നത് കുക്കിംഗ് ആണ്. പല പല ഡിഷസ് ഒക്കെ ഉണ്ടാക്കാനും ടേസ്റ്റ് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിനക്കും അങ്ങനെയൊക്കെ തന്നെയാണല്ലേ? അപ്പം നമ്മൾ രണ്ടുപേരും ഒരേപോലെയാണല്ലോ. ഇങ്ങനെയൊക്കെ ആരെങ്കിലും എപ്പോഴും പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു രഹസ്യ പ്രണയം കൊണ്ട് മാത്രമാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിരിക്കുകയാണ്. നിങ്ങളെ കാണുമ്പോഴത്തേക്കും എപ്പോഴും ഒരു ചിരി വരികയും, ഇനി നിങ്ങളുടെ പേര് ആരെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവർക്ക് മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടായിട്ട് ആ ഒരു സന്തോഷം മുഖത്ത് ചിരിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ പേര് പറയുമ്പോഴത്തേക്കും അവർക്ക് ചിരി വരികയും നിങ്ങൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾ ദൂരെ നിന്നാലും നിങ്ങളെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു രഹസ്യ പ്രണയം കൊണ്ട് മാത്രമാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്ത് വില കൊടുത്തും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റിൽ പെട്ടു, അതിൽ നിങ്ങളുടെ സൈഡിൽ തന്നെയാണ് തെറ്റ്, എന്നാൽ പോലും ആ ഒരു വ്യക്തി വന്നിട്ട് നിങ്ങളുടെ സൈഡ് തന്നെ പറയുകയാണ്, നിങ്ങൾ ചെയ്തതാണ് ശരി, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത തെറ്റിനെ പോലും സപ്പോർട്ട് ചെയ്ത് അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ്. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആരെങ്കിലും ഇങ്ങനെ അമിതമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ആ ഒരു കുറ്റം അവർ വേണമെങ്കിൽ ഏറ്റെടുക്കും, ഞാൻ ചെയ്തതാണ് എന്നുള്ള രീതിയിൽ അവർ വേണമെങ്കിൽ ആ കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്ത് തിരക്കിലും നിങ്ങൾക്കായിട്ട് അവർ ടൈം സ്പെൻഡ് ചെയ്യും എന്നതാണ്. ഒരുപക്ഷെ അവർ എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് തിരക്കിൽ നിൽക്കുമ്പോഴായിരിക്കും നിങ്ങളെ കാണുന്നത്. അപ്പോൾ അവർ പിന്നെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളോട് വന്ന് സംസാരിച്ച് നിങ്ങൾക്കായിട്ട് കുറച്ച് ടൈം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ്. എന്ത് തിരക്കാണെങ്കിൽ പോലും നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി അവർ ടൈം കണ്ടെത്തും. അത് ഒരു ആത്മാർത്ഥ പ്രണയം ഉള്ളത് കൊണ്ടും, അതായത് അവർക്ക് നിങ്ങളുള്ള ആ ഒരു ആത്മാർത്ഥമായ സ്നേഹവും കൊണ്ടും ഇഷ്ടം കൊണ്ടും, അതെന്നാൽ രഹസ്യമായിട്ട് വെച്ചേക്കുന്നത് കൊണ്ടും മാത്രമാണ് നിങ്ങളെ കാണുമ്പോൾ അവർ നിങ്ങളോട് മിണ്ടാനുള്ള ആ ഒരു അവസരങ്ങൾ ഒരിക്കലും പാഴാക്കാതെ ഓടി വന്ന് എന്ത് തിരക്കാണെങ്കിലും വന്ന് സംസാരിക്കുന്നത്. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും നിങ്ങളുടെ എല്ലാ കാര്യവും അറിയാം, നിങ്ങളുടെ ക്യാരക്ടർ അറിയാം, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ കളറ്, നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് തുടങ്ങി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫേവറേറ്റ് ആയിട്ടുള്ളത്
ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഫ്രണ്ട്സിനും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളെ രഹസ്യമായിട്ട് പ്രണയിക്കുകയാണ്. കാരണം നിങ്ങൾ ഡെയിലി പറയുന്ന എല്ലാ കാര്യങ്ങളും അവൻ അവൻ്റെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ അവളാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സിനോടോ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ്. അങ്ങനെ നിങ്ങളെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരാളുടെ ഫ്രണ്ട്സിനും അറിയാമെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു കുട്ടി അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടും രഹസ്യമായിട്ടും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. കാരണം നിങ്ങളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അവൻ ആരോടെങ്കിലുമൊക്കെ പറയണം, അല്ലെങ്കിൽ അവർക്ക് ആരോടെങ്കിലുമൊക്കെ പറയണം, എങ്കിലാണ് അവർക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഓപ്പണായിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം അവർക്ക് ആരോടെങ്കിലുമൊക്കെ പങ്കുവെക്കണം. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം, നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം അവരവരുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ഫ്രണ്ട്സിനും അറിയാം. ഇതും ഒരു രഹസ്യ പ്രണയം ഉള്ളത് കൊണ്ടാണ്. ഇനി 7ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഡെയിലി വന്നിട്ട് ചോദിക്കും, ഇന്ന് എന്നെ കാണാൻ എന്താ പ്രത്യേകത, നോക്കിക്കേ, രാവിലെ തന്നെ വന്നതേ നിങ്ങളുടെ അടുത്തേക്കായിരിക്കും വരിക. എന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ പറയും, എൻ്റെ ഡ്രസ്സ് നോക്ക്, അല്ലെങ്കിൽ എൻ്റെ മുടി ഹെയർ സ്റ്റൈൽ നോക്കിക്കേ, എന്താ രസം, പറയുക. ഇങ്ങനെയൊക്കെ ആരെങ്കിലും വന്നിട്ട് നിങ്ങളോട് പറയുക, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ്. ഇതാണ് നമ്മുടെ 7ാമത്തെ കാര്യം. ഇനി 8ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിരിക്കും. ഭയങ്കര സോഫ്റ്റായിട്ട് ആരെങ്കിലും കുറച്ച് കൊഞ്ചിച്ച് നിങ്ങളോട് തമാശയൊക്കെ പറഞ്ഞ് നിങ്ങളെ, അതായത് നിങ്ങളെ കൊച്ചു കുട്ടിയെ പോലെ കണ്ടിട്ട് ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളോടൊരു രഹസ്യ പ്രണയം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇനി വന്നിട്ട് നിങ്ങളോട് മാത്രം കുറച്ച് സോഫ്റ്റായിട്ട് നിങ്ങളെ കൊഞ്ചിച്ച് നിങ്ങളെ ചിരിപ്പിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾ വേറെ ആളുകളുടെ അടുത്ത് ഭയങ്കര റഫ് ആയിട്ടും അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലൊക്കെ സംസാരിക്കുന്ന ആളായിരിക്കും. വേറൊരു ട്യൂണിലായിരിക്കും അവർ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്നത്. ആ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് മാത്രം ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കും ഈ പറയുന്ന വ്യക്തികൾ സംസാരിക്കുക. അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് സോഫ്റ്റായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ നിങ്ങളെ രഹസ്യമായിട്ട് പ്രണയിക്കുകയാണ് എന്നതാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ 8 കാര്യങ്ങളും എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായി എന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.